ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കളി കാണിക്കണേ. ഹലോ ഗായ്സ്, മുടി പിന്നെയും പഴയതോണം കേട്ടോ, അഹങ്കാരമായി. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ ഞാൻ എൻ്റെ മുടി ഞാനും ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗാണ് എ ഡേ വിത്ത് മൈ വൈഫ്. ഇതാണ് എൻ്റെ സ്വീറ്റ് വൈഫ്. അതെ, ഞാനാണ് എൻ്റെ സ്മാൾ വൈഫ്, മൈ ഏജ്ഡ് വൈഫ്. നമ്മൾ രാവിലെ ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറയുന്ന പോലെ ഭാര്യ വീട്ടിൽ രാവിലെ അത് കപ്പും സോസറും അങ്ങനെയൊക്കെ വഴിയില്ല. സാധാരണ എല്ലാ വീടുകളിലും ഇത് തട്ടിൻ്റെ പുറത്ത് വെക്കാറാണ് പതിവ്. ഇവിടെ എന്തോ ഭാഗ്യത്തിന് രണ്ടാമത്തെ വട്ടോ ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2-3 പരിപാടിയുണ്ട്. ആദ്യമേ കല്യാണം. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയാണ്. കല്യാണം രജിസ്റ്റർ ചെയ്യുക. ഇതുവരെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞുള്ള പരിപാടിയൊക്കെ അതിൻ്റെ പുറകെ നടക്കും. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാം, ചായ കുടിക്കാം. ഇതാണ് എൻ്റെ ഭാര്യ വീട്. ഇതാണ് ഈ കോഫി ഇട്ട് തന്ന ഇവിടുത്തെ ബുദ്ധഭക്തയാ. അതുകൊണ്ട് ശ്രീബുദ്ധനെ പോലെ ഇരിക്കുന്നത്. ബുദ്ധഭക്തയാണെന്ന്, ബുദ്ധനെ പോലെ ഇരിക്കുന്ന നമ്മ. ഇത് യൂട്യൂബിൽ ഇടാനാണ് അമ്മേ. പിന്നെന്താ, ആ പോർഷൻ കട്ട് ചെയ്ത് ആദ്യം ഇടണം. അത് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഇതിലും തുണി ഇതിലും തുണിയില്ലാതെ നിന്നവന്മാരുടെ ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നോടോ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഭാര്യ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 2 വണ്ടിയുണ്ട്. ഒന്ന് ഓട്ടോ, ഒന്ന് നമ്മുടെ കാറ്. പിന്നെ എന്റെ വണ്ടി. സാധാരണ ഇവിടെ എൻ്റെ വണ്ടി കൂടെ വരണ്ടയാ. ഇത്രയും വണ്ടി ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാർ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടെ ഓടി വരണം. ആവശ്യം വന്നാൽ ഓടി എൻ്റെ അടുത്ത് വരും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, നേരെ നോക്കിയ പാടമാണ്. ട്രെയിൻ പോകും. സീസൺ ആവുമ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെള്ളത്താമര പിടിക്കുന്ന സ്ഥലമാണ്. എന്തോ ഇതുവരെ ഇവിടെ സേവ് ദ ഡേറ്റിൻ്റെ ആൾക്കാർ ഇവിടെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലം ട്രെൻഡിങ് ആവും. സീസൺ ആകുമ്പോഴത്തേനും ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ ഭാര്യ വീട്ടിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി അത് തേഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികം. കല്യാണം രജിസ്റ്റർ ചെയ്യാനൊക്കത്തില്ല. അല്ല, ഇന്ന് രജിസ്റ്റർ ചെയ്യാനൊക്കത്തില്ല. കാരണം ആർക്കവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്ന് ചെല്ലണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ആ പരിപാടി തേഞ്ഞിരിക്കുകയാണ്. നല്ല ദിവസമാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് ഇതാവുക. എല്ലാം ശടപടേന്നായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ കാറ് കഴുകുക എന്നുള്ളതാണ്. കാറ് കഴുകുന്നതിന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വേണ്ട. കാറ് കഴുകി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി കാർ വാഷിംഗ് വിത്ത് വൈഫ്. അപ്പം നമ്മൾ കാറ് കഴുകണം, പക്ഷെ കാർ വാഷില്ല. കാർ വാഷ് വാങ്ങിക്കാനായിട്ട് പോവാണ്. ഇവിടെ അടുത്ത് കാർ വാഷ് കിട്ടുന്നൊരു കടയുണ്ടെന്ന് അവർ അമ്മ പറഞ്ഞു. നമുക്കറിയാം, ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല.
അതുകൊണ്ട് നമ്മൾ കാർവാശ തേടി പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഗ്രാമഭംഗി. ഞങ്ങളുടെ നാടിൻ്റെ അത്ര ഇല്ല, എന്നാലും കുറച്ച് കാണിക്കാം. ഈ മനോഹരമായ നെൽകൃഷി ഇല്ലാത്ത കണ്ടം, രണ്ട് സൈഡിലേക്കും നെൽകൃഷിയില്ലാത്ത കണ്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ താമര വിരിയുന്ന പാടം, താമരപ്പാടം. താമര വിരിയുമ്പോൾ ഞാൻ പ്രത്യേകം അമ്മായിട്ടെന്താണ് എൻ്റെ ഫാദർ ഇൻ ലോയാണ് പോയത്. അതായത് മിസ്റ്റർ സോമൻകുട്ടി അവർകൾ. എല്ലാ ക്യാമറയായിട്ട് നീ ഇതായിരിക്കണം. രണ്ട് ഐഫോണുള്ളതിൻ്റെ കുഴപ്പമാണിത്, അല്ലെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. ഇതാണ് ആ താമരപ്പാടം. താമര വിരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കാം. ആക്ച്വലി പേര് ഇൻട്രോവെർട്ട് കപ്പിൾസ് എന്നാണ് ഇടേണ്ടത്. കാരണം സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. വ്ളോഗേഴ്സ് അങ്ങനെ സോഷ്യൽ ആൻസൈറ്റി കാണിക്കുന്നില്ല. ചുമ്മാതാണ്, എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഉണ്ട് കടയെത്തുമ്പോൾ ഞാനൊന്ന് ഒപ്പ് ചെയ്യും. ഇവനൊരു പരിധി വരെ അതിനൊക്കെ കൺട്രോൾ ഉണ്ട്. പരിധി വരെ കർവാശി കിട്ടി. കാണിക്കാം, കർവാശി കാണിക്കാം. ലാക്മയുടെ കാർവാഷാണ്. ഐക്കോണിക് കാർവാഷാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞത് ഇനിയിപ്പോൾ അത് മാറ്റി പറയാൻ നിൽക്കണ്ട. എന്താ ലാക്മ കാർവാഷ് ഇറക്കി ഒന്നാകത്തില്ലേ? ഓക്കെ, ഇനി കാറ് കഴുകിയിട്ട് ഞങ്ങളൊരു പടത്തിന് പോകും. പടത്തിന് പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും, മൈക്ഷയുടെ അടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ചേച്ചിയുടെ അടുത്തോട്ട് പോകും. ഇന്ന് അവിടെ നിൽക്കും. വൈകുന്നേരം ചേച്ചിയുടെ പോവാണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം വരെ നമ്മൾ എടുക്കത്തുള്ളൂ, ചേച്ചി എടുത്ത് നിൽക്കുന്ന വരെ. പിറ്റേ ദിവസം അല്ല, നമ്മളല്ല, ഞാൻ എടുക്കും. ഞാൻ മൊത്തം എടുക്കും. നാളെ തിരിച്ചു വരുന്നവരെ എടുക്കും. അയ്യോ അങ്ങനല്ല, ഡേ ഇൻ മൈ ലൈഫ് ഡേ വിത്ത് മൈ വൈഫ് ഫുൾ ഡേ വിത്ത് മൈ വൈഫ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്ര കൊണ്ട് നിർത്തിട്ട് വേണം ഇടാനായിട്ട്. പിറ്റേ ദിവസം വേറെ വ്ളോഗ്, ഫുൾ വ്ളോഗ് വിത്ത് മൈ വൈഫ് എന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊല്ലം പുനാച്ചി കൊഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രായത്തിൽ കവിഞ്ഞ കൊഞ്ഞൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സഹിക്കണം. എൻ്റെ വ്ളോഗേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതൊന്നും ഇഷ്ടമല്ല. ഒള്ളി മെച്യൂർഡായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. 93 ഒള്ളി മെച്യൂർഡായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ദേവനും മണിക്കുട്ടിയൊക്കെ അവർ അത്രയും മെച്യൂരിറ്റി പോലും എനിക്കില്ലെന്നായിരിക്കും. ആണല്ലോ, കൈ അടയ്ക്കുന്ന പരിപാടി ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നത് കേട്ടോ. സത്യമുള്ളൊരു കാര്യം ഇപ്പൊ പറഞ്ഞു. കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ശേഷം. ഐഷു കാറ് കഴുകുമ്പോൾ ഞാൻ കാറിനകം തുടക്കും. വെളി കഴുകുന്നതിനെക്കാട്ടി പാടാണ് അകം കഴുകുന്നത്. ഐഷു കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് വെളുപ്പിച്ചെടുക്കുവന്. ഐഷുവാണ് നോക്കി. എന്താ വണ്ടി മൊത്തം കഴുകി, എന്നിട്ട് തുടച്ചിടം പിന്നെയും മറന്നു നിന്ന് തുടയ്ക്കുക ഐഷു. എന്തൊരു ഭ്രാന്താന്ന് നോക്കണേ. തുടച്ചിടം പിന്നെയും തുടയ്ക്കുന്നു. അതെന്തുവാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ എല്ലാം ഞാൻ കഴുകി തുടച്ചതാ, പിന്നെ അവനാണെങ്കിൽ അത് തുടയ്ക്കുക. ഞാൻ ഇതിനകവും പുറവും എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ. അങ്ങനെ കാറ് കഴുകി നമ്മൾ കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. ഞാനാണ് മൊത്തം കഴുകിയത്. അത് കഴുകാനാന്ന് പറഞ്ഞുകൊണ്ട് അകം കഴുകാനാന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയിരുന്ന് ഒരു തുള്ളി വൃത്തിയായിട്ടില്ല. അയ്യോ, കാരണം ഞാൻ കാണില്ല ആദ്യമേ. പിന്നെ പുറം തുടച്ചത് ഞാനാ.
വീഡിയോ നീ പോലും അറിയാതെ നീ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താ ഇവന് വട്ടാണെന്ന് വെച്ചോണ്ട് ഞാൻ പുറം തുടങ്ങുന്നത്. അപ്പൊ നമ്മള് 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ്. അയാൾ പറയുന്നത് 12 മണിക്ക് 5 മിനിറ്റ്. നമ്മൾ ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറയുന്ന പോലെ 12 മണിക്ക് നമ്മൾ ചപ്പാത്തിയും സ്റ്റൂ പോണൊക്കെ ഇരിക്കുന്ന എന്തോ ഒന്നുകൂടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇല്ല, ഇടത്തേ ഇല്ല. സ്വന്തം വീട്ടിൽ വന്നിട്ട് സ്കിൻ കെയർ ആണ്. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. എന്ത് വാരി എടുത്തെന്ന് അറിയാൻ പറ്റില്ല. ആഹാ, ആണോ? ഉപ്പ് വേണമെങ്കിൽ ഇവന് വേണ്ടി വരും. ലഞ്ച് ടൈം ആണ്. നമ്മൾ ഈ കുമ്പിട് സ്വാമിയെ എല്ലാവരും കാണുന്നു. കുമ്പിട്ട് വാഴ കുമ്പിടി. ഭാര്യ വീട്ടിൽ പരമസുഖം വ്ലോഗ് കണ്ടിന്യൂസ്. ലഞ്ച് ടൈം ആണ്. അങ്ങനെ നമ്മൾ ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. രാവിലെ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നും തന്നെ നടന്നിട്ടില്ല. സ്വാഭാവികം. സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വള്ളി വന്നു, എനിക്കൊരു വർക്ക് വന്നു. അപ്പോൾ അത് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല. നമ്മളിനി പോകാൻ പോകുന്നത് നേരെ വീട്ടിലോട്ട്, അവിടുന്ന് ചേച്ചിയുടെ വീട്ടിലോട്ട്. ഞങ്ങളൊരുങ്ങി റെഡിയായി ചേച്ചിയുടെ അങ്ങോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരുക്കം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ പ്രിന്റിൽ കൊണ്ടുപോവാ. പൊട്ടന്ന ലോക പൊട്ടനാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുന്ന വഴികളിലെല്ലാം നമ്മൾ വെട്ടങ്ങൾ കണ്ടു പോവാണ്. കൊട്ടാരക്കര അമ്പലത്തിലെ, കൊട്ടാരക്കര ശാസ്താംകോട്ട അമ്പലത്തിലെ ഉത്സവത്തിന്റെ ആണ്. 4 മണിക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞാനും വല്യമ്മയും എനിക്കൊരു പാന്റ് ഷർട്ട് ഇടാനായിട്ട് 1 മണിക്കൂർ. അതെ, ഞാൻ അല്ലെങ്കിൽ ഒരു പാന്റ് ഷർട്ട് ഇടാൻ ഇത്രയും സമയം എടുത്തതാ. എന്ത് എനിക്ക് 6 മണിക്കാണ് എന്നിട്ട് ഇറങ്ങിയത്. 6:30 ഇറങ്ങിയത്. 6:30 കഴിഞ്ഞ് അമ്മ കൂടുതൽ പറയണ്ട. അമ്മ അയ്യോടാ, ഞാനൊരിക്കലും എത്ര സമയം കൊണ്ട് ഇവിടെ കുത്തിയിരുന്നത്. ഈ ഒരു ക്യൂടെക്സ് ഞാൻ ഇട്ടോണ്ടിരുന്നപ്പോ മല്യമ്മയ്ക്കും അതിനാണ് സമയത്ത് ഇറങ്ങാൻ നേരത്തെ ക്യൂടെക്സ് ഇട്ടു. അപ്പൊ ക്യൂടെക്സ് ഇട്ട് സമയം പോയി. ഞാൻ കണ്ടു അന്ന് പാലിച്ച് വെച്ച് അങ്ങനെ നോക്ക്. ഞാൻ ഇട്ടതുപോലെ ഞാനങ്ങ് വെച്ച്. ഇനി മേലെ ഇല്ല. അയ്യോ, എന്നൊന്നും വേണമെന്ന് പറയത്തില്ല. എന്റെ മുന്നേ വല്യമ്മേ ചുമ്മാ പറയുന്നില്ലേ വല്യമ്മേ. ഞാൻ ഒരുങ്ങി 2 മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ ഒരുങ്ങി ഇറങ്ങിയില്ല. ഞങ്ങള് പുതുമുഖങ്ങളല്ലല്ലോ. എന്നിട്ട് പിന്നെ അത് പറയുന്നേ? അങ്ങനെ പറയും. നിങ്ങൾ ചുട്ടി കുത്തുന്നതേ ഉള്ളൂ. ഞാൻ 1 മണിക്കൂർ അമ്മയടുത്ത് പോയി ഇരുന്നു. ഇവിടെ വന്ന് ഇരുന്നു. പിന്നെ ഞാൻ തുണി വാരി വെക്കാൻ അന്നേരം അവിടെ നിന്നോട് ഓർത്തത് കല്യാണത്തിന് അവൾ എന്തോ ഇട്ടിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഓർത്താലേ എന്താ സാരി ഇതെല്ലാം അമ്മ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അവരെല്ലാം കൊച്ചു ബാഗില് കൊണ്ടുവന്നേ. എന്നാലും മഴയല്ലായിരുന്നു. അപ്പൊ ചേച്ചി കൊണ്ടുവന്ന് ചേച്ചി കല്യാണത്തിനിട്ട ഡ്രസ്സുകളെല്ലാം ഇവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തത് അതൊരു പുതിയ ചടങ്ങാണ്. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ ചേച്ചി ഇവിടെ ഡ്രസ്സ് ഇട്ട് നമ്മള് വിരുന്നിന് പോകുമ്പോ കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? ഇൻഡിക്കേറ്റർ ഇട്ടേ. പരിപാടി എന്ന് പറയുമ്പോഴേ ലവ് ലെറ്റർ എവിടെ നിന്ന് കിട്ടി? പോയി
ഈ പ്രായത്തിലും ലവ് ലെറ്റർ. അങ്ങനെ ചേച്ചിയുടെ അങ്ങ്. പിന്നെ ഇതിന്റെ കീറിനകത്ത് ലവ് ചിഹ്നം. ഇത് അവള് തന്ന ലവ് ലെറ്റർ ആണെന്ന്. ഞങ്ങള് ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എടുത്തു വെച്ചേരെ. ഇളയ കുരുപ്പിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. എടുത്തു വെച്ചേരെ മാമനെ കാണിക്കാന്ന്. സ്കൂളിൽ ഒരു ലബ്ബുണ്ട് അവർക്ക്. തക്കോട് തക്കോട് ലവ് ലെറ്റർ എടുക്കൊണ്ട് ലവ് ലെറ്റർ കാണിക്കാതെ നിന്നെ ഇളക്കല്ലേ ഇളക്കല്ലെന്ന് പറഞ്ഞ ഇളക്കല്ലേന്നോ? എന്താ ഇപ്പൊ വരുവാണ് ലാച്ചു. ആ അങ്ങനെ ലാച്ചുവിന് കിട്ടിയ ലവ് ലെറ്റർ ഈ ശരീരത്തിനോടും പ്രണയമാണ്. ഏതാണ്ട് പുസ്തകത്തിന്റെ ഏതാണ്ട് ഫീസ് കണക്ക് പുസ്തകം വേണ്ടാന്ന് തോന്നുന്നു. കണക്ക് പുസ്തകത്തിന്റെ താളിലൊരു ലവ് ലെറ്റർ. ഇതെന്ത് അക്ഷരമാണിത്? അക്ഷരല്ലേ എഴുതിയപ്പോ ഉണ്ടേ. ഇത് വേണ്ട, ഇത് ലവ് ചിഹ്നം. ഇതിനകത്ത് ലവ് ചിഹ്നം. അല്ല അതിന്റെ കൂടെ എഴുതുന്നൂടെ ഉണ്ട്. എഴുതാനും മാത്രമൊന്നും അറിയത്തില്ലല്ലോ. ഈ ലവ് ലാച്ചു എത്തല്ല പഠിക്കുന്നേ? അതൊന്നും ചോദിക്കാ. വേറെ കാര്യം ചോദിക്കട്ടെ. വേറെ കാര്യം ചോദിക്കാനോ നമുക്ക്? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ലാച്ചു എത്തല്ല പഠിക്കുന്നേ? എത്തല്ല പഠിക്കുന്നേ? മക്കളെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കണേ. തിന്ന്. ഓ ഇയാള് ഞങ്ങള് ഞങ്ങളെ അറിവിലേക്ക് കഴിക്കുവോ? അമ്മയ്ക്ക് കൊടുത്തോ? അയ്യോടാ കൊച്ചു മാവ. ഇത് പെരക്കാനുള്ളതേ ഉള്ളല്ലയോ? റോഡിൽ പോകുന്നില്ലല്ലോ. ആ വെയിറ്റ് ഇരിക്കട്ടുണ്ടായിരുന്നു. അക്കോനെ സമ്മതിക്കണം. മുമ്പോട്ട് തുടങ്ങുവാനെ ഇത് കേടാവുമ്പോ അങ്ങനെ ഇങ്ങനെ തള്ളുമ്പോഴാണ് വർക്കാവാത്തത്. അങ്ങോട്ടും കൊണ്ടുപോകാൻ ഒറ്റ അടിയാ അങ്ങോട്ടും വിഷ്ണു ഇരിക്കുന്നതല്ലേ ഇങ്ങനെ അവരങ്ങനെ പഠിക്കുന്നുള്ളൂ. അവൻ പറഞ്ഞ അങ്ങനെ പഠിക്കുന്നത് നമുക്ക് കിടന്ന് പഠിക്കും. ഇനിയിപ്പോ കാമുകിയൊക്കെ ഇരുത്തി ഓടിക്കാമല്ലോ അല്ലേടാ?
നീ ഇപ്പൊ കാമുകിയൊക്കെ ഇരുത്തി ഓടിക്കാല്ലോ അല്ലേ? കാമുകിയൊക്കെ ഇരുത്തി ഓടിക്കാം, കാമുകിയും കൊണ്ട് ഇതിനകത്ത് പറക്കാം അല്ലേ? പ്രഭാത വന്ദനം. ഹായ് ചലോ മധുരയിൽ ഇരുന്നാനേ എന്നെ ഉസുപ്പി വിട്ടേ നീനെ. ഭർത്താവെത്തി, കാമുകൻ എത്തി, ഇവിടുത്തെ പ്രധാന കാമുകൻ. ചേച്ചിയുടെ വീട്ടിലെത്തി. നമ്മളിങ്ങനെ രാവിലെ ഓരോ പരിപാടികളൊക്കെയാണ് ഗായ്സ്. രാത്രി വന്ന് രാവിലെയായി. പാട്ടില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഭാര്യ ഓടിപ്പോയി ലിഫ്റ്റ് കിടാനായിട്ട്. ഞാൻ നോക്കി ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വേണ്ട, നമുക്ക് തക്കുടൂനെ കുറച്ച് മിമിക്രി കാണാം. ആ അടുത്ത ആ ഞാൻ കുളിച്ച് രാവിലെ. അടുത്ത കുരങ്ങന്റെ സൗണ്ട് എടുത്തത്. കാമുകന്റെ കയ്യിൽ ഇതിനുള്ള ഒരു പടിക്കുള്ള വരുതൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടാണ് ആ കൊച്ചുവിനെ ഇഷ്ടമെന്ന് പറഞ്ഞത്. ഇനി നീ എത്ര മണിയാകുമ്പോ രാവിലെ എഴുന്നേക്കും സ്കൂളിൽ പോവാൻ? എനിക്ക് അമ്മയെ നോക്കാൻ അറിയത്തേ ഇല്ല. കളിയാക്കണ്ട. എണ്ണ അറിയാമോ? നമ്പര് എണ്ണ സംഖ്യ എത്ര വരെ അറിയാം? സംഗീതിയല്ല, സംഖ്യ ആ 1 തൊട്ട് 109 വരെ. ആ 1 തൊട്ട് 10 വരെ എണ്ണീക്കേ. എന്തിന്? എണ്ണ എന്തിനാ? പറ. എന്തിന്? പറയാം. അപ്പൊ അറിയത്തില്ല. അയ്യേ അയ്യേ ഇപ്പൊ അറിയത്തില്ല. ഭയങ്കര ഭൂമി കളിക്കുമ്പോ കുതിര പോട്ടെ കുതിര പോട്ടെ കുതിര പോട്ടെ. ഉപദ്രവിക്കൂടാ? സമ്മതിക്കുവോ? പിന്നെ അവസാനം വലിയ അടിയാവുമ്പോ ഞാൻ തിരിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പോകുന്നെ. നിന്റെ മുഖം കാണുന്നത് അല്ല, മാമിയുടെ മുഖ. വെട്ടടിക്കുന്ന ഇത് ഏത് എന്തേലും മാജിക് ഓഫ് ഡ്രാഗൺസ്.
ഇതെന്താ ഒന്നും വേണ്ടായോ? മുളകും കൂടി രക്ഷണം. പഞ്ചാര വേണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ഗ്ലാസ് എടുത്തായിരുന്നു. തക്കടി ചോദിക്കടാ എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. സൂര്യനാരായണ മോൾ കഴിക്കും. അതങ്ങനെ കാണിക്കും. മോളെ രണ്ടെണ്ണം മേടിച്ചു. കാണിച്ചതാ. നീ എന്റെ വ്ളോഗിൽ കേറണ്ട. പിന്നെ നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കണ്ടേ? കാനൊരു വളർന്നു വരുന്ന വ്ളോഗർ അല്ലേ, എന്താ അങ്ങനെ പറയുന്നത്? ആ നിമാരെ ഞാൻ യൂട്യൂബിൽ കയറ്റത്തില്ലടാ. യൂട്യൂബിൽ കയറി നാലാൾ അറിയട്ടെ. നിന്റെ ലൈനൊക്കെ അയച്ചു കൊടുക്കണം. അത് നിന്റെ ലബ്ബറിനെ അയച്ചു കൊടുത്തിട്ട് പറയണം ആണ്ടാ ഞങ്ങള് വ്ളോഗിനകത്തുണ്ടല്ലോ എന്ന്. നമ്മൾ അരിമാവ് കലക്കി വെക്കണം. കലക്കി വെക്കുമ്പോൾ അത് അങ്ങനെ വന്ന് നമ്മുടെയൊക്കെ അവിടെ ആണെങ്കിൽ പറ ഇങ്ങനെ വൈകി കുടയുമല്ലേ, നെല്ല് വാരി കുടഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ലക്ഷണം തരത്തില്ല. അറിയാന്ന് മനസ്സിലായ പോലെ നിൽക്കാന്ന് കേട്ടോ, അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായ പോലെ നിൽക്കാന്ന്. നമ്മളിപ്പോൾ എങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കുഞ്ഞമ്മയുടെ വീട്. കുഞ്ഞമ്മയുടെ വീട് ഇവിടെ ആണ്. എന്തോടാ എന്തോടാ നിന്റെ മുഖം കാണണ്ടായോ? നിനക്ക് നിന്റെ ഗേൾഫ്രണ്ടിന്റെ കണ്ടാ മതിയോ മുഖം? നിന്റെ ഗേൾഫ്രണ്ടിന്റെ മുഖം കണ്ടാ മതിയോ? നമ്മളാണ്ട് ഇവിടെ ഉണ്ട് ഈ ബൊഗൈൻ വില്ല. ആ എവിടെ? നീലത്താമര. ദിസ് വൺ അല്ല. ഹായ് ഗായ്സ്, നമ്മൾ വേറൊരു ആളെ കാണിക്കാൻ പോവാണ്. ക്യാമറ ഇതാണ് ആള്. ഇവിടെ 1 മണിയാ കറക്റ്റ്. അതുപോലെ രാത്രി അത്താഴം 9 മണിക്ക് ഞങ്ങൾ 1 മണി തൊട്ട് വിശന്ന് അവിടെ ഇരിക്കുക. അമ്മേ വരാൻ 1 മണിക്ക് കട്ട് ഫ്രൂട്ട്സ് കൊണ്ട് തന്നേന്. ആപ്പിൾ ഇങ്ങോട്ടല്ലോ, ആപ്പിളുമായിട്ട് കറങ്ങി നടക്കുന്നത്. അളിയൻ എന്ത് ചെയ്യും? ഞങ്ങള് പോവാണ് ഗൈസ്. സ്കൂൾ അടയ്ക്കുമ്പോ വരണം. ഉത്സവത്തിനും വരണം. ഞായറാഴ്ച ഉത്സവത്തിന് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ നിൽക്കാനായിട്ട് വരണം. നമുക്ക് അടിച്ചു പൊളിക്കാം. വീഡിയോയാ വ്ളോഗാ. നീ യൂട്യൂബിൽ കാണാന്ന്. എന്നാ ഇനി യൂട്യൂബിൽ കാണാന്ന്.